ഹലോ, ഇന്നിപ്പോൾ നമ്മൾ ഗോതമ്പ് പൊടി വെച്ചിട്ട് നല്ല വെറൈറ്റി ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്സിൻ്റെ റെസിപ്പി ആയിട്ടാണ് എത്തിയേക്കുന്നത്. അപ്പോൾ ഇതിനായിട്ട് ആദ്യമേ തന്നെ ഞാനൊരു പാനിലോട്ട് 1.5 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ വെള്ളം നമ്മൾ ഇതിലോട്ട് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ അങ്ങ് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് അതങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഉപ്പ് ഇതിൽ നന്നായിട്ടൊന്ന് അലിഞ്ഞ് വരണം കേട്ടോ. എന്നിട്ട് ഇതിലോട്ട് നമുക്ക് ഗോതമ്പ് പൊടി ചേർക്കാം. പിന്നെ വെള്ളം തിളക്കാൻ നിൽക്കണ്ട, ജസ്റ്റ് ഒന്ന് ചൂടായിട്ട് വരുമ്പോൾ തന്നെ നമുക്ക് ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ 1.5 കപ്പ് വെള്ളത്തിന് 1.5 കപ്പ് ഗോതമ്പ് പൊടിയാണ് എടുത്തേക്കുന്നത്. അപ്പോൾ ഗോതമ്പ് പൊടി കുറച്ച് ഇട്ട് കൊടുത്തതിന് ശേഷം ഇതുപോലെ നന്നായിട്ട് തന്നെ അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. കുറച്ച് നേരം നമ്മളിതുപോലെ ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിപ്പോൾ മൂടി വെച്ചിട്ട് ഒരു 10 മിനിറ്റ് വരെ അങ്ങനെ തന്നെ ഒന്ന് കിടക്കട്ടെ. അപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ ഈ ഒരു സമയത്ത്. ഇനിയിപ്പോൾ ഞാനിതേ ഒരു പാൻ എടുത്തിട്ട് അതിലോട്ട് ആദ്യമേ തന്നെ കുറച്ച് ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനിയിപ്പോൾ ഇതിലോട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ്, അതുകൂടെ ചേർത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഇട്ട് ആ ഒരു സ്മെല്ല് മാറി വരുന്ന സമയത്ത് ഞാനിതിലോട്ട് സവാള കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഞാനിപ്പോൾ ഒരു 2 സവാള ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ് കേട്ടോ, അതുകൂടെ ഇട്ട് കൊടുക്കുക. കൂട്ടത്തിൽ തന്നെ ഒരല്പം ഉപ്പ് കൂടെ അങ്ങ് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് അങ്ങ് ഇളക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതുപോലെ സവാളയൊക്കെ ഒന്ന് റെഡിയായി വരുന്ന സമയത്ത് ഞാനിതിലോട്ട് പെരിഞ്ജീരകം കുറച്ചങ്ങ് ചേർത്തിട്ടുണ്ട്. അതിൻ്റെ ഒരു ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അതുകൂടെ ഒന്ന് റെഡിയായതിന് ശേഷം ഇനിയിപ്പോൾ നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിതേ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഗരം മസാലയും അതുപോലെ തന്നെ ചിക്കൻ മസാലയാണ് എടുത്തേക്കുന്നത്. പിന്നെ ഞാനിപ്പോൾ ഇവിടെ കുഞ്ഞുങ്ങൾ കഴിക്കുന്നതുകൊണ്ട് കുറച്ച് മാത്രമേ മസാലയൊക്കെ ചേർത്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അതുകൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് അതൊന്ന് ഇളക്കി കൊടുക്കാം. ആ മസാലയുടെ സ്മെല്ലൊക്കെ ഒന്ന് മാറി വരണേ. അപ്പോൾ കുറച്ച് നേരം ഇങ്ങനെ ഇളക്കി കൊടുത്തതിന് ശേഷം ഇനിയിപ്പോൾ ഞാനിതിലോട്ട് തക്കാളിയാണ് ചേർക്കുന്നത്. അപ്പോൾ തക്കാളി ഞാനൊരു 2 കുഞ്ഞു തക്കാളി ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ്. കൂട്ടത്തിൽ തന്നെ കുറച്ച് കറിവേപ്പിലൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് അതൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ തക്കാളി നല്ലോണം അങ്ങ് വഴണ്ട് വരണ്ട കേട്ടോ, ജസ്റ്റ് ഒന്ന് വഴണ്ട് വന്നാൽ മതി. ഇനിയിപ്പോൾ ഞാൻ ഈ ഒരു സമയത്ത് ഇതിലോട്ട് ഒരല്പം ഉപ്പ് കൂടെ ചേർക്കുന്നുണ്ട്. എന്നിട്ട് വീണ്ടും കുറച്ച് നേരം ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ആയിക്കഴിഞ്ഞാൽ ലാസ്റ്റായിട്ട് ഞാനിത് 2 മുട്ട ഇതുപോലെ പുഴുങ്ങിയെടുത്തതിന് ശേഷം ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ്, അതുകൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ മസാല നമ്മുടെ ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതൊരു സൈഡിലോട്ട് അങ്ങ് മാറ്റി വെക്കാം. ഇപ്പോൾ നമ്മുടെ മാവൊക്കെ ഇവിടെ തണിഞ്ഞ് നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇതൊന്ന് കുഴച്ചെടുക്കണേ, ജസ്റ്റ് ഒന്ന് കുഴച്ചെടുക്കുക. എന്നിട്ട് ഞാനിതേ ഇതുപോലെ കുഞ്ഞു ബോൾസ് ആക്കി എടുക്കുന്നുണ്ട്. അധികം ചെറുതല്ല കേട്ടോ, എന്നാലും കുറച്ച് വലുപ്പത്തിൽ ഇതുപോലെ ബോൾസ് ആക്കി എടുത്തതിന് ശേഷം നമ്മളിതേ ഗോതമ്പ് പൊടി തന്നെ നല്ലോണം ഇതങ്ങ് മുക്കിയെടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിപ്പോൾ ചെറുതായിട്ടൊന്ന് പരത്തിയെടുക്കുകയാണ് ചെയ്യുന്നത്. അധികം പരത്തണ്ട, കനത്ത് തന്നെ ഇതുപോലെ കൈ വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് പരത്തിയെടുക്കുക. അപ്പോൾ ഇങ്ങനെ പരത്തിയെടുത്തിട്ടുള്ള നമ്മുടെ ഈ ഒരു മാവ് എടുത്തിട്ട് നമ്മൾ അരിയൊക്കെ വറുക്കുന്ന ഈ ഒരു തട്ടുണ്ടല്ലോ, തട്ടിൻ്റെ മുകളിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാനായിട്ട് പോവാണേ. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഇതിൻ്റെ മുകളിൽ വെച്ചിട്ട് പ്രസ് ചെയ്യുന്ന സമയത്ത് ഇതിന് നല്ലൊരു ഡിസൈൻ കിട്ടും കേട്ടോ, നല്ല അടിപൊളിയായിട്ടുള്ളൊരു ഡിസൈൻ കിട്ടും. അപ്പോൾ ഇതുപോലെ കൈ വെച്ചിട്ട് തന്നെ ഒന്ന് അമർത്തി കൊടുക്കുക. അപ്പോൾ നോക്കിയേ, ഈ ഒരു രീതിക്കാണ് കേട്ടോ നമുക്ക് കിട്ടുന്നത്. പിന്നെ ഈ അരി വാർക്കണ്ട് തന്നെ കുറച്ചുകൂടെ വലിപ്പമുള്ള ഹോളുള്ളതുണ്ടെങ്കിൽ ഇതിനേക്കാളും നല്ല രീതിയിൽ തന്നെ നമുക്കിതുപോലെ ഡിസൈൻ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ ഇഡ്ഡലി തട്ടിൽ വെക്കുന്ന ആ ഒരു പാത്രത്തിൽ നമുക്കിതുപോലെ ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ നോക്കിയാൽ നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇതിലോട്ട് നമ്മുടെ ഫില്ലിങ് അങ്ങ് വെച്ച് കൊടുക്കാനായിട്ട് പോവാണേ. അപ്പോൾ ഇതുപോലെ ഫില്ലിങ് വെച്ച് കൊടുത്തതിന് ശേഷം ഇതൊന്ന് മടക്കിയിട്ട് ഇങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ ഇതവിടെ കറക്റ്റായിട്ട് അങ്ങ് നിന്നോളൂ കേട്ടോ. അപ്പോൾ ഒന്ന് ഇതുപോലെ അങ്ങ് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ തന്നെ ബാക്കിയുള്ളതൊക്കെ ഒന്ന് ചെയ്തെടുക്കാം. എല്ലാം നമ്മളിങ്ങനെ ആക്കി എടുത്തതിന് ശേഷം ഇനിയിപ്പോൾ നല്ല ഓയിലിട്ടിട്ട് ചൂടായിട്ടുള്ള ഓയിലിട്ടിട്ട് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ സിമ്പിളാണ് ഉണ്ടാക്കിയെടുക്കാനായിട്ട്, അതുപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ് കേട്ടോ കഴിക്കാനായിട്ട്. അപ്പോൾ ഒരു വശം ഇതുപോലെ റെഡി ആയിട്ട് വരുന്ന സമയത്ത് നമുക്ക് തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ട് കൊടുക്കാം. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കുറച്ചുകൂടെ വലിപ്പമുള്ള ഹോളിലാണ് നമ്മളിതുപോലെ ചെയ്തെടുക്കുന്നുണ്ടെങ്കിൽ നല്ല അടിപൊളിയായിട്ട് തന്നെ ആ ഒരു ഡിസൈൻ അങ്ങ് കിട്ടും കേട്ടോ. അപ്പോൾ നോക്കിയാൽ 2 ഭാഗവും കളറൊക്കെ മാറിയിട്ട് നന്നായിട്ട് അങ്ങ് വെന്ത് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാനിത് ഓയിലിൽ നിന്ന് എടുക്കുവാണ്. എന്നിട്ട് ഇതുപോലെ തന്നെ ബാക്കിയുള്ളതൊക്കെ ഒന്ന് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ സ്നാക്സ് ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് റെഡിയായി കഴിയുമ്പോൾ ഇതുപോലെ നല്ല കുത്തായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞാൽ കുറച്ചുകൂടെ വലിയ ഹോളാണെങ്കിൽ നല്ല രീതിയിൽ തന്നെ അതങ്ങ് കിട്ടും. അപ്പോൾ ഇതുവരെ ഇതുപോലെ അങ്ങ് ട്രൈ ചെയ്തിട്ടില്ലാത്തവർ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. അതുപോലെ തന്നെ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. അതുവരെ ബൈ.